റഷ്യൻ എണ്ണ വാങ്ങുന്നതിനുള്ള ശിക്ഷയായി അധിക തീരുവ അടിച്ചേൽപ്പിച്ച യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വഴങ്ങാതെ ഇന്ത്യ. താരിഫിൽ വർധന വരുത്തിയിട്ടും ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ ഒരു കുറവും വരുത്തിയിട്ടില്ലെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ചെയർമാൻ അർവിന്ദർ സിംഗ് സാഹ്നി പറഞ്ഞു. റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നതിന് പിന്നിൽ ഒറ്റ കാരണം മാത്രമേയുള്ളൂവെന്നും അത് വിപണിയിലെ വില അടിസ്ഥാനമാക്കി മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരാൻ ഉദ്ദേശിക്കുന്നതായും രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണ വിപണന കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചെയർമാൻ വെളിപ്പെടുത്തി. റഷ്യൻ എണ്ണ വാങ്ങലിൽ ഒരു താൽക്കാലിക തടസ്സവുമില്ല. സാമ്പത്തിക പരിഗണനകളെ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങൾ വാങ്ങുന്നത്. റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി അളവ് കൂട്ടാനോ കുറയ്ക്കാനോ ശ്രമങ്ങൾ നടത്തുന്നില്ല എന്ന് എ.എസ്. സാഹ്നി പറഞ്ഞു. റഷ്യൻ എണ്ണ വാങ്ങാതിരിക്കാൻ പ്രത്യേകിച്ച് ഉപരോധങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും സർക്കാരിൽ നിന്ന് ഇറക്കുമതി സംബന്ധിച്ച നിർദ്ദേശമൊന്നും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാരണങ്ങളാൽ പതിവ് പോലെ തങ്ങൾ ബിസിനസ് തുടരുന്നു. അതേസമയം താരിഫ് വിഷയത്തിൽ അമേരിക്കയെ തണുപ്പിക്കാനായി അവിടെ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാനും തങ്ങൾക്കുമേൽ നിർദ്ദേശമില്ലെന്നും എ.എസ്. സാഹ്നി കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച ലോകത്തിന്റെ കണ്ണ് അലാസ്കയിലാണ്. രണ്ട് ലോക നേതാക്കൾ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ യുക്രൈൻ യുദ്ധത്തിന്റെ ഭാവി മാത്രമല്ല അവിടെ കുറിക്കപ്പെടുന്നത്. ഇന്ത്യ അടക്കമുള്ള ഒട്ടേറെ രാജ്യങ്ങളുടെ ഭാവി തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന തീരുമാനങ്ങളാവും കൂടിക്കാഴ്ചയുടെ ഉൽപ്പന്നങ്ങൾ. അലാസ്ക ഉച്ചകോടിക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കവേ കൂടിക്കാഴ്ച വിജയകരമാവുമോ അതോ പരാജയത്തിൽ അവസാനിക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. അലാസ്കയിലെ ഉച്ചകോടി അമ്പെ പരാജയപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരുടെ തുറുപ്പുചീട്ട് ചർച്ചയ്ക്കെത്തുന്ന രണ്ട് ലോക നേതാക്കളുടെയും സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമുള്ള വൈരുദ്ധ്യമാണ്. വാക്കിലും പ്രവൃത്തിയിലും അളന്നുമുറിച്ച് കൃത്യതയോടെ പെരുമാറുന്ന സ്വഭാവമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുള്ളത്. എന്നാൽ മുൻ നിലപാടുകളിൽ മലക്കം മറിയുന്ന അജണ്ടകളിൽ നിന്ന് വ്യതിചലിച്ച് അപ്രതീക്ഷിത തീരുമാനങ്ങൾ എടുക്കുന്ന സ്വഭാവമാണ് ട്രംപിനുള്ളത്. മുൻപ് ഒട്ടേറെ ലോക നേതാക്കളുമായി ട്രംപ് നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചകൾ പരാജയപ്പെട്ട സംഭവങ്ങളും അലാസ്ക ഉച്ചകോടി പരാജയമായിരിക്കുമെന്ന് പ്രവചിക്കുന്നവർ എടുത്തുകാട്ടുന്നുണ്ട്. വൈറ്റ് ഹൌസിൽ വെച്ച് യുക്രൈൻ പ്രധാനമന്ത്രി വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച തീർത്തും നാടകീയമായിരുന്നു. വാക്കുതർക്കത്തിലേക്ക് നീണ്ട ചർച്ച അന്ന് ഏറെ ചർച്ചകൾക്കും കാരണമായി. മുൻപ് ഏറെ പ്രതീക്ഷയോടെ ലോകം കാത്തോർത്ത ട്രംപ് കിം ജോങ് ഉൻ ചർച്ചയും ഗുണപരമായ ഫലം നൽകിയില്ല. അലാസ്കയിലെ ഉച്ചകോടിയിൽ യുക്രൈൻ യുദ്ധം റഷ്യയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്ത് അവസാനിച്ചാൽ അത് ട്രംപിന് ഏറെ ദോഷകരമായി മാറും. 2018 ഹെൽസിങ്കി ഉച്ചകോടിക്കിടെ പുടിനുമായി അടച്ചിട്ട മുറിയിൽ മണിക്കൂറുകളോളം ചർച്ച നടത്തിയത് ഏറെ വിവാദമായിരുന്നു. യു.എസ്. തിരഞ്ഞെടുപ്പിൽ റഷ്യൻ ഇടപെടൽ ഉണ്ടായെന്ന ആരോപണങ്ങൾ ചൂടുപിടിച്ച സമയത്തായിരുന്നു ഈ കൂടിക്കാഴ്ച. അതേസമയം അലാസ്ക ഉച്ചകോടിയിൽ ഫലവത്തായ തീരുമാനങ്ങളുണ്ടായി യുക്രൈൻ യുദ്ധത്തിന് അവസാനം കുറിച്ചാൽ ട്രംപിന് തന്റെ നോബൽ സ്വപ്നത്തിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയും. എന്നാൽ പുടിൻ അനുകൂലമായി യുക്രൈന്റെ ഭൂമി കൈമാറ്റം നടത്തിയുള്ള സന്ധിയാണ് രൂപപ്പെടുന്നതെങ്കിൽ യൂറോപ്പിലെ സഖ്യകക്ഷികളിൽ നിന്ന് അമേരിക്ക കടുത്ത എതിർപ്പ് നേരിടേണ്ടി വരും. റഷ്യയുടെ അതിക്രമം ട്രംപ് അംഗീകരിച്ചതായും വ്യാഖ്യാനിച്ചേക്കാം. ഇതിനൊപ്പം നാറ്റോയ്ക്കുള്ളിലും പുതിയ ചേരികൾ രൂപപ്പെട്ടേക്കാം. അടച്ചിട്ട മുറിയിലെ ട്രംപ് പുടിൻ ചർച്ച ബിസിനസ് തലത്തിലേക്ക് വഴിമാറിപ്പോകുമെന്ന് കണക്കുകൂട്ടുന്നവരുമുണ്ട്. ആർട്ടിക് മേഖലയിലെ പ്രകൃതി വിഭവങ്ങൾ പങ്കിട്ടെടുക്കുന്ന ും യുക്രൈന്റെ കൈവശമുള്ള ഖനിമേഖലകളെക്കുറിച്ചും ചർച്ചകൾ നീണ്ടേക്കാം. ഉപരോധങ്ങളുടെ ഭാഗമായി യു.എസിൽ മരവിച്ചിരിക്കുന്ന റഷ്യയുടെ ആസ്തികളിൽ അനുകൂല തീരുമാനമുണ്ടായാൽ പുടിൻ അഴഞ്ഞേക്കാം. ഇതൊക്കെ ചർച്ചയാവുമ്പോഴും യൂറോപ്യൻ സഖ്യകക്ഷികളെ കൂടാതെ അന്തിമ തീരുമാനം ട്രംപ് പ്രഖ്യാപിക്കുമോ എന്നതും ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇനി ഇന്ത്യയെ സംബന്ധിച്ച് ഉച്ചകോടിയിൽ യുദ്ധം അവസാനിക്കുന്നതടക്കമുള്ള ഗുണപരമായ ഫലങ്ങളുണ്ടായാൽ അമേരിക്കയുമായുള്ള ബന്ധം വീണ്ടും ഊഷ്മയമായേക്കും. ഒപ്പം റഷ്യൻ എണ്ണ വാങ്ങാനും കഴിയും. മലപ്പുറത്ത് കാർ യാത്രക്കാരെ ആക്രമിച്ച് 2 കോടി കവർന്നു. സ്ഥലം വിറ്റ പണവുമായി കാറിൽ വരുമ്പോൾ 4 സംഘം മാരകായുധങ്ങളുമായി എത്തി കാർ അടിച്ചു തകർത്ത് ബാഗിൽ സൂക്ഷിച്ച പണം കവർന്നെടുക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. തിരൂരങ്ങാടി തെയ്യാനിക്കൽ ഹൈസ്കൂൾ പടിയിൽ വെച്ചാണ് പണം കവർന്നത്. അറക്കൽ സ്വദേശികളായ മുഹമ്മദ് ഹനീഫ, മുഹമ്മദ് അഷ്റഫ് എന്നിവരാണ് 1,95 ലക്ഷം രൂപയുമായി കാറിൽ സഞ്ചരിച്ചത്. കൊടിഞ്ഞിയിൽ മുഹമ്മദ് ഹനീഫയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിട്ട പണമാണ് നഷ്ടമായത്. ഇവർ സഞ്ചരിച്ച കാറിനെ മറ്റൊരു കാറിലെത്തിയ സംഘം തടഞ്ഞുകയും വടികളും വാളും ഉപയോഗിച്ച് വാഹനം തകർത്ത് പണം കവരുകയും ചെയ്തു. സ്ഥലത്തെത്തിയ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന പിന്നാലെ പല നടന്മാർക്കെതിരെ പീഡനാരോപണങ്ങൾ ഉന്നയിച്ച മിനു മുനീറിനെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബന്ധുവായ പെൺകുട്ടിയെ സിനിമയിൽ അഭിനയിക്കാമെന്ന് വാഗ്ദാനം നൽകി പെൺവാണിഭ സംഘത്തിന് കൈമാറിയെന്ന കേസിലാണ് നടപടി. ചെന്നൈ തിരുമംഗലം പോലീസാണ് ഇന്നലെ നടിയെ കേരളത്തിൽ എത്തി കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ചെന്നൈയിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കുമെന്നാണ് വിവരം. 2014 16 വയസ്സ് മാത്രമുണ്ടായിരുന്ന പെൺകുട്ടിയെ സിനിമയിൽ അഭിനയിക്കാമെന്ന് വാഗ്ദാനം നൽകി മിനു ചെന്നൈ തിരുമംഗലത്തെ ഫ്ളാറ്റിൽ എത്തിക്കുകയായിരുന്നു.
ചെയ്യുകയായിരുന്നു. ഓഡിഷൻ എന്നാണ് കൊണ്ടുപോയത്. അവിടെയുണ്ടായിരുന്ന 6 പുരുഷന്മാർ അപമര്യാദയായി പെരുമാറിയെന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ മിനു ആവശ്യപ്പെട്ടുവെന്നുമാണ് പരാതി. ചെന്നൈയിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ പെൺകുട്ടി മിനുവുമായി അകന്നു കഴിയുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് യുവതി ദുരനുഭവം തുറന്നു പറഞ്ഞത്. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. സംഭവം നടന്നത് തിരുമംഗലം പോലീസ് പരിധിയിലായതിനാൽ കേസ് തിരുമംഗലം പോലീസിന് കൈമാറുകയായിരുന്നു. പാലക്കാട് പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കുഞ്ഞ് മരിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രതിഷേധം. പാലക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലാണ് സംഭവം. ഒലുവാക്കോട് പൂക്കാരത്തോട്ടം സ്വദേശികളായ തൻസീർ ഷഹബാനത്ത് ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത്. യഥാസമയം ചികിത്സ നൽകിയില്ലെന്നാരോപിച്ച് ബന്ധുക്കൾ പ്രതിഷേധിച്ചു. സംഭവസ്ഥലത്ത് പോലീസ് എത്തി. മുൻപ് സഞ്ചരിച്ച കാർ നിന്നേഷ് ട്രാൻസിഷൻ ശ്രീകരനെയും സംരക്ഷിക്കുന്നു. സംഘ് സിമിൽപ് നൂരു എന്ന പ്രതി മാട്രിമോണി. കേരളത്തിലെ NH-66 ദേശീയപാത നിർമ്മാണത്തിൽ കോഴിക്കോട് ജില്ലയിലെ പ്രധാന റീച്ചായ രാമനാട്ടുകര വെങ്ങളം പാതയിൽ ഒരുങ്ങുന്നത് അതിനൂതന സംവിധാനങ്ങളാണ്. 28.4 കിമി വരുന്ന ഈ റീച്ചിലെ 6 വരി പാതയുടെ മധ്യത്തിലുള്ള ഡിവൈഡറുകളിൽ 46 ട്രാഫിക് ക്യാമറകളാണ് സ്ഥാപിച്ചത്. റീച്ചിലുണ്ടാകുന്ന ഓരോ ചലനവും തത്സമയം ഒപ്പിയെടുത്ത് രാമനാട്ടുകരയെ മാമ്പുഴ പാലത്തിന് സമീപം പ്രവർത്തന സജ്ജമായ ടോൾ പ്ലാസയിലെ കൺട്രോൾ റൂമിൽ വീക്ഷിക്കാവുന്ന സംവിധാനമാണ് പൂർത്തിയാകുന്നത്. ദേശീയപാതയിൽ രാമനാട്ടുകര വെങ്ങളം റീച്ചിൽ സെപ്റ്റംബർ മുതൽ ടോൾ പിരിവ് തുടങ്ങാനുള്ള പദ്ധതികളാണ് പൂർത്തിയാകുന്നത്. ഇരിങ്ങല്ലൂർ കൂടത്തുംപാറയിൽ മാമ്പുഴ പാലത്തിന് സമീപത്താണ് ഇരുദിശകളിലേക്കുമുള്ള ടോൾ പ്ലാസകൾ നിർമ്മിച്ചത്. 250 മീറ്ററോളം അകലത്തിലാണ് രാമനാട്ടുകരയിൽ നിന്ന് തൊണ്ടയാട് ഭാഗത്തേക്ക് പോകുന്ന ടോൾ ബൂത്തും തൊണ്ടയാട് ഭാഗത്ത് നിന്ന് രാമനാട്ടുകര ഭാഗത്തേക്ക് വരുന്ന ടോൾ ബൂത്തുമുള്ളത്. ടോൾ പിരിക്കാനുള്ള ഏജൻസിക്കായി ടെൻഡർ നടപടികളും പുരോഗമിക്കുന്നു. കുവൈറ്റ് സിറ്റി കുടുംബ സന്ദർശക വിസയിൽ വലിയ ഇളവുകളുമായി കുവൈറ്റ് ഭരണകൂടം. ഇതോടെ എല്ലാ പ്രവാസികൾക്കും കുടുംബത്തെ കുവൈത്തിൽ കൊണ്ടുവരാൻ അവസരമായി. കുടുംബ വിസ അനുവദിക്കാൻ വികൃതവും കുറഞ്ഞത് 400 ദിനാർ ശമ്പളവും വേണമെന്ന നിബന്ധന ഇളവാക്കി. നേരത്തെ ജീവിത പങ്കാളി, മക്കൾ, അച്ഛനമ്മ എന്നിവർക്ക് മാത്രമായിരുന്നു കുടുംബ സന്ദർശക വിസ ലഭിച്ചിരുന്നത്. പരിഷ്കരിച്ച നിയമത്തിൽ സഹോദരങ്ങൾ, അമ്മാവൻ, അമ്മായി മൂല തുടങ്ങിയവർക്കും അനുവദിക്കും. കുവൈത്ത് വിസ പ്ലാറ്റ്ഫോം വഴി ഓൺലൈനായി അപേക്ഷിച്ചാൽ 5 മിനിറ്റിനകം വിസ ലഭിക്കും. 1 മാസത്തെ വിസയ്ക്ക് 3 ദിനാർ 860 രൂപ, 6 മാസത്തേക്ക് 9 ദിനാർ 2520 രൂപ, 1 വർഷത്തേക്ക് 19 ദിനാർ 4300 രൂപ എന്നിങ്ങനെയാണ് ഫീസ്. ഇതോടെ ഫാമിലി വിസിറ്റ് വിസ കാലാവധി 1 മാസമായി പരിമിതപ്പെടുത്തി. എന്നാൽ 3 മുതൽ 12 മാസം വരെ കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരേ സമയം 30 ദിവസത്തിൽ കൂടുതൽ തങ്ങാനാവില്ല. കുവൈത്തിൽ വ്യാജമദ്യ ദുരന്തത്തിൽ മരിച്ച 13 പേരിൽ കണ്ണൂർ സ്വദേശിയായ യുവാവുമുണ്ട്. ഇരിണാവിലെ പൊങ്കാരൻ സച്ചിനാണ് മരിച്ചത്. മറ്റ് 5 മലയാളികൾ ഉൾപ്പെടെ 10 ഇന്ത്യക്കാർ മരിച്ചതായി സൂചനയുണ്ടെങ്കിലും കുവൈത്ത് അധികൃതരോ ഇന്ത്യൻ എംബസിയോ അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം നടത്തിപ്പുകാരായ 2 ഏഷ്യൻകാരെ കുവൈറ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. 63 പേർ ചികിത്സ തേടിയതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇവരിൽ 21 പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. ചികിത്സയിൽ കഴിയുന്നവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ്. ജിലിബ് അൽ ഷുയൂഖ് ബ്ലോക്ക് 4 നിന്ന് വാങ്ങിയ മദ്യം കഴിച്ച അഹമ്മദിയ, ഫർവാനിയ ഗവർണറേറ്റുകളിലുള്ളവരാണ് ദുരന്തത്തിനിരയായത്. മദ്യനിരോധനമുള്ള കുവൈത്തിൽ വ്യാജമദ്യം നിർമ്മിച്ച് വിതരണം ചെയ്തവരുടെ വിവരങ്ങൾ അധികൃതർ ശേഖരിക്കുന്നുണ്ട്. ഒരേ സ്ഥലത്ത് നിന്ന് മദ്യം സംഘടിപ്പിച്ച വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കഴിച്ചവർ കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് ചികിത്സ തേടി ആശുപത്രികളിൽ എത്തി തുടങ്ങിയത്. ലേബർ ക്യാമ്പുകൾ അധികമുള്ള ഇടങ്ങളിലായിരുന്നു ദുരന്തം. കഴിഞ്ഞ മെയിൽ വിഷമദ്യം നീൽച്ച് 2 നേപ്പാൾ സ്വദേശികൾ ഇവിടെ മരിച്ചിരുന്നു. 3 വർഷമായി കുവൈത്തിൽ ജോലി ചെയ്യുന്ന സച്ചിൻ ഏതാനും മാസം മുൻപാണ് നാട്ടിൽ വന്ന് മടങ്ങിയത്. മൃതദേഹം നാളെ നാട്ടിലെത്തിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നു. പുലർച്ചെ കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൃതദേഹം രാവിലെ 8 മണിക്ക് വീട്ടിലെത്തിക്കും. സംസ്കാരം പിന്നീട്